മാളൂട്ടി ഇങ്ക് പെൻ യൂസ് ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതുകൊണ്ട് ഒന്നുകൂടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എടുത്ത മാളും നല്ല അടിപൊളി ഗ്ലിറ്ററി ആയിട്ടുണ്ട്. മൊത്തത്തില് ഗ്ലിറ്റർ ആൻഡ് ഗേളിഷ് പ്രൊഡക്റ്റ് ആയിട്ട്. ഇങ്കൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇട്ടു കേട്ടോ ഇതിനകത്ത്. പിന്നെ നമുക്ക് കളറിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? നമുക്ക് 4 കളറിംഗ് ഉണ്ട്. ബ്ലൂ ഇങ്ക് ഇതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാളൂട്ടി ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഇതൊക്കെ മാളൂട്ടി ഇത് മേലക്കൂടെ എഴുതിയതാണ്, ഓൾറെഡി എഴുതിയതിന്റെ. ഇതെല്ലാം മാള് സ്വന്തം എഴുതിയതാണ്. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ വണ്ടറായി പോയി. ഇങ്ക് പെന്നോണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റ് ആയിട്ടുണ്ട്. അത് മാജിക് അല്ല, ഇങ്ക് പെന്നോണ്ട് എഴുതുമ്പോ അങ്ങനെ ഒരു ഹാൻഡ് റൈറ്റിംഗ് വരും. കൂട്ടക്ഷരാണ് ഏറ്റവും രസം ഇങ്ക് പെന്നോണ്ട് എഴുതാൻ. നമുക്ക് 4 കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിലുള്ള ബ്ലൂ ഇങ്ക് തീരുമ്പോ നമുക്ക് ഇതൊക്കെ ഇട്ട് നോക്കാം. മറ്റേ മാജിക് ഇങ്ക് കാണിക്കണേ ലാസ്റ്റ്. മറ്റേ മാജിക് അമ്മയ്ക്ക് കാണിച്ചു. അതെല്ലാവർക്കും അറിയാം, മാളൂട്ടിക്ക് വണ്ടറായതാ. അതെന്താന്ന് വെച്ചാ ഇവിടെ 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 നമ്മൾ ഇങ്ക് ഇങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചെടുക്കൂലേ, അത് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. അതാണ് ആള് പറയുന്നത്. അതെ ഒരു ജസ്റ്റ് ആയിട്ടുണ്ട്. അത് അവള് കാണിച്ചു തന്നിട്ട് അവളുടെ ഒരു ആഗ്രഹത്തിന്. ഇത് ഞാൻ ആദ്യമായിട്ടൊരു പെന്നിൽ ഇങ്ങനെയൊക്കെ മാജിക് കാണുന്നത്. പിന്നെ ഇത് എഴുതി വെക്കുന്നത് ഹാൻഡ് റൈറ്റിംഗ് കിട്ടുന്നത് കേട്ടോ. കൂടെ എഴുത്, അതുകൂടെ കാണിച്ചെടുക്കാം. മാളൂസിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര സ്മൂത്ത് ആയി ഇതിനകത്ത്. ഇങ്ക് പെന്നോട് എഴുതും. പക്ഷെ ഇവര് ഇങ്ക് പെന്നൊന്നും യൂസ് ചെയ്യാനായിട്ടില്ല. ആവുന്ന ടൈമിൽ നമ്മൾ സ്കൂളിൽ യൂസ് ചെയ്യും അല്ലേ. ഇതിപ്പോ പഴയ ബുക്കിലാണ് കേട്ടോ എഴുതുന്നത്. യെസ്, എന്താ പെയിന്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. ഫെദർ കൊണ്ട് എഴുതുന്ന പോലെ. പണ്ടുള്ളവരൊക്കെ ഫെദർ കൊണ്ടായിരുന്നു എഴുതുക. ഇങ്ക് പെന്നിന് പകരം. യെസ്, പെന്നിന്റെ കളറിന്റെ മഷികളില്ലേ, അതൊക്കെ ഇട്ട് എഴുതുന്നത് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.